+2 സ്റ്റുഡൻസിനായി ചെയ്ത കരിയർ പ്ലാനിങ്ങിൻ്റെ നമ്മുടെ ആ വീഡിയോ ഒരുപാട് അങ്ങ് വൈറലായി. ഇപ്പോൾ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലായിട്ടും 3 മില്യൺസിലധികം ആൾക്കാരത് കണ്ടു കഴിഞ്ഞു. ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കൊതിക്കുന്ന കുറേ പിള്ളേരുണ്ട്. പലവിധ അസുഖങ്ങളെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കുള്ള പരിഹാരം നൽകാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെ കഴിവുള്ള ഡോക്ടേഴ്സും റോബോട്ടിക് എഞ്ചിനീയറും വരുമ്പോഴാണ്. വാട്സപ്പിൽ നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന് ഏറ്റവും വലിയ സന്തോഷം, വ്യൂ ഉണ്ടാകുന്ന ഉറപ്പായിട്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിനേക്കാളേറെ സന്തോഷം ആ ഒരു ആശയം പലരും ഏറ്റെടുത്ത് തുടങ്ങിയെന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും വന്നു തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടുണ്ടാകും. ഭിന്നശേഷിയുള്ളവരും എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ വ്യക്തികളെ എങ്ങനെ സഹായിക്കാൻ പറ്റും, ഒരു ഡോക്ടർ ആകുന്നതിലല്ല, ഡോക്ടർ ആയ ശേഷം എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച്, ഏത് പ്രൊഫഷൻ വന്നാലും ആ പ്രൊഫഷനിലൂടെ നാട്ടിൽ ആവശ്യമുള്ളവർക്ക് ഏത് തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ സഹായിക്കുക എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ പ്രധാന കണ്ടന്റ്. ആ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും വന്നു. അതോടൊപ്പം തന്നെ വന്ന ചില കമൻറ്റുകൾ നമ്മളെ ഏറെ ചിന്തിപ്പിച്ചു. അതിൽ വന്ന കുറച്ച് കമൻറ്റുകൾ ഇങ്ങനെയാണ്: നടക്കാത്ത കാര്യമാണ് സാർ പറഞ്ഞത്. ഇന്ന് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ US UK പോലുള്ള രാജ്യങ്ങളിൽ പോയി കോടികൾ സമ്പാദിച്ച് അടിച്ചു പൊളിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഉള്ളത്. നാട്ടിൽ ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് മുമ്പോട്ട് നടക്കാൻ സാധ്യതയില്ല എന്നും, ഒരു സംരംഭം വന്നാൽ ഇവിടെ എല്ലാം പ്രശ്നങ്ങളായി മാറുന്നൊരു നാടാണെന്നും, അതുകൊണ്ട് ഇത് നടന്നാൽ നല്ലതാണ് പക്ഷേ നടക്കാൻ സാധ്യത കുറവാണെന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആശയം നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാം എന്നുകൂടെ പങ്കുവെക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ആ ചിന്തകളെ എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു വീഡിയോ ആയിട്ടല്ല, വീഡിയോ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതൊരു കാര്യം ചെയ്തിറങ്ങുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പങ്കുവെക്കുന്നു 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനെ നമുക്ക് ഹഗ് എന്ന് വിളിക്കാം. HUG. H ഫോർ ഹോപ്പ്, U ഫോർ യുണീക്നെസ്, G ഫോർ ഗ്രോത്ത്. ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യുണീക്നെസ്, ഗ്രോ പർപ്പസ്ഫുള്ളി. ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബി ഹോപ്പ്ഫുൾ. ഏതൊരു പുതിയ ആശയം വരുമ്പോഴും നമുക്ക് 2 രീതി ചിന്തിക്കാം. ഇത് നടക്കില്ല എന്നും ഇതെങ്ങനെ നടത്തിയെടുക്കാമെന്നും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിറ്റിലപ്പള്ളി കൊച്ചസേഫ് സാർ, അദ്ദേഹം ഇത് നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് വീഗാർഡോ, വണ്ടർല പോലെ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളും ഇത്രയധികം ആൾക്കാർക്ക് തൊഴിലവസരം ഉണ്ടാകുമായിരുന്നോ? യൂസഫ് അലി നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ലുലു ഉണ്ടാകുമായിരുന്നോ? ഫ്രഷ് ടു ഹോമിൻ്റെ മാത്യു സാർ നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നു. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതൊരു കാര്യവും ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. ഇപ്പം ഞാനിരിക്കുന്നത് സുഭാഷ് പാർക്കിലാണ്. ഇത്രയും മനോഹരമായൊരു പാർക്ക് ഉണ്ടാകാൻ കാരണം ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ലേ. നമുക്ക് സാധ്യതകൾ മാത്രം ചിന്തിക്കാം. നടക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്നോട് ഡോക്ടർമാർ ഒരിക്കൽ പറഞ്ഞ വാചകമാണ്. ആക്സിഡൻറ്റിന് ശേഷം ഞാൻ നടക്കുമോ എന്നുള്ള കാര്യം അവർക്കും സംശയമായിരുന്നു. കൈ ഇവിടം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു, കാല് ഇവിടം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഇടത് കൈ ആണെങ്കിലും പകുതി മുറിഞ്ഞതാണ്. അപ്പം ക്രച്ചസോ വോക്കറോ പിടിച്ചാൽ സാധാരണ ഒരാൾക്ക് നടന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. എനിക്കിത് പിടിക്കാനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നടക്കുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു. നടത്തിയേ പറ്റൂ എന്നുള്ളിൽ തീരുമാനമെടുക്കുകയും ഇറങ്ങിത്തിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് നടക്കാനും ഓടാനും ഈ വാഹനം ഓടിക്കാനൊക്കെ സാധ്യമായത്. അപ്പോൾ നമുക്കിത് ചിന്തിച്ചിറങ്ങിയാൽ ഇതൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമെന്നേ. അതിനുള്ള മാർഗ്ഗവും അതിനുള്ള കഴിവുമുള്ള പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ന്യൂജൻ്റെ കഴിവ് എനിക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്. അവരുടെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൊടുത്താൽ ഇവിടെ മാറ്റങ്ങൾ ഉറപ്പായിട്ട് സംഭവിക്കും. നിങ്ങളതിനെ നോക്കിക്കേ. ഇതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളൊക്കെ ഷിഫാന ഇട്ടിരിക്കുന്ന കമൻറ്റാണ്. ഇൻഷാ അല്ലാ ആസ് എ ഫ്യൂച്ചർ ഡോക്ടർ ഞാൻ ചെയ്തിരിക്കും പ്രോമിസ്, ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും, ഐ വിൽ പ്രോമിസ് ടു യു. പിന്നെ താങ്ക് യു ഷിഫാന. അതുപോലെ തന്നെ ഒരാൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഇമോഷണലായേ. ചേട്ടൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എനിക്ക് എന്ത് പറ്റിയാലും ചേട്ടന് എൻ്റെ കാൽ തരും. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് സൂരജ് നാരായണനാണ്. സൂരജ് നാളെ കാല് നൽകുകയോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ നൽകാനുള്ളൊരു മനസ്സ് കാണിച്ചപ്പോഴേ അതൊക്കെ ഞങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ. ഈ പ്രതീക്ഷ തന്നെയാണ് മുമ്പോട്ട് ഈ ആശയങ്ങളൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കാരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ 8ഓളം തവണ ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ പലതവണ വിജയിപ്പിച്ചാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റൽ. ഇതൊക്കെ സാധ്യമായത് അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ്. ഈ പ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ പറഞ്ഞ ഓരോ ആശയങ്ങൾ ഇവിടെ നടക്കും. അത് നടത്താൻ പറ്റുന്ന കഴിവുള്ള ന്യൂജൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ന്യൂ ജനറേഷനായിട്ട് അടുത്ത് ഇടപഴകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അവരുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റിയിലും വലിയ വിശ്വാസം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ്. ഇനി ന്യൂജൻ മാത്രമല്ല, ഇപ്പോഴത്തെ എല്ലാ ജനറേഷൻ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ സാമ്പ്രദായ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു ഓൺട്രപ്രനർ മൈൻഡ് സെറ്റോടുകൂടി മുമ്പോട്ട് വരാൻ തയ്യാറാണെങ്കിൽ
അവിടെയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്സിഡൻറ്റിന് ശേഷം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എസ്പെഷ്യലി വെപ്പുകൈ വെച്ചിട്ടില്ല, കാല് വെച്ചിട്ടില്ല. ആ സമയത്ത് ഒരു വീൽ ചെയർ പോലും എനിക്ക് സ്വന്തമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മുമ്പോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിൽ ആ സമയത്താണ് സെയിൽസ് ആരംഭിക്കാം, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്നുള്ള ചിന്ത വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് ലിമിറ്റഡ് ആയിട്ടൊരു വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അത്രമാത്രം എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിമിറ്റിന് അപ്പുറേക്ക് പോകണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് വേണം. അപ്പോൾ ആ ചിന്തയാണ് സെയിൽസിലേക്ക് ഇറങ്ങാൻ കാരണമായത്. പക്ഷേ അന്ന് എൻ്റെ ചുറ്റുമുള്ള പല ആൾക്കാരും ഈ സാമ്പ്രദായിക ചിന്താഗതിയുമായി എന്നോട് പറഞ്ഞത്, എന്നെപ്പോലെ ഡിസബിലിറ്റി ഉള്ള യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് ഏറ്റവും നല്ലത് ലോട്ടറി കച്ചവടമോ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ അല്ലേ. അത് അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കാരണം ഇരുന്ന് ചെയ്താൽ കംഫർട്ടായിരിക്കും, എനിക്ക് നടക്കാനൊക്കെ പാടായിരിക്കും എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. പക്ഷേ എനിക്കറിയാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ലൈഫ് എത്തിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഓവർകം ചെയ്ത് പ്രതീക്ഷയോടുകൂടി തന്നെ മുമ്പോട്ട് പോവുകയും സെയിൽസിൽ തുടങ്ങി വെച്ച ആ യാത്ര പിന്നീട് ടെക്നിക്കൽ ഫീൽഡിൽ കുറച്ചധികം വർക്കുകൾ കാര്യങ്ങൾ, പിന്നീട് സ്വന്തമായിട്ടുള്ള കുറച്ച് ബിസിനസ്സുകൾ, ആ യാത്രയാണ് പരിശീലകനായി എത്തിച്ചേരുവാനായിട്ട് സഹായിച്ചത്. അവിടെ ഞാൻ എൻ്റെ യുണീക്നെസ് തിരിച്ചറിയാൻ സാധിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു ഗ്രോത്തിന് വേണ്ടി എഫേർട്ട് ഇടാൻ സാധിച്ചുകൊണ്ടൊക്കെയാണ് ഇന്ന് ഒരു ചെറിയ തോതിലാണെങ്കിലും പരിശീലകൻ എന്ന നിലയിൽ വിജയം കൈവരിക്കുവാനും ഇങ്ങനെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാനും സഹായിച്ചത്. ആ ഒരു ആശയം, ആദ്യം ഹോപ്പ് ഉണ്ടാവണം, പിന്നെ നമ്മുടെ യുണീക്നെസ്, പിന്നെ അതിലൂടെ ഗ്രോത്ത്, പർപ്പസ്ഫുള്ളി ഗ്രോത്തിലേക്ക് പോവുക എന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ നമുക്കിനി ഏറ്റവും ഭംഗിയായിട്ട് വരും വീഡിയോസിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്തി ഉയർന്നു പറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോ. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആവശ്യമുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, യൂട്യൂബിൻ്റെ അൽഗോരിതം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളിങ്ങനെ ചോദിക്കാത്തില്ലാത്തതാണ്. ഇപ്പോഴത്തെ രീതി വെച്ച് വീഡിയോയ്ക്ക് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മാർഗ്ഗം. കാരണം നമ്മുടെ ഈ ആശയം പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതോടൊപ്പം കുറച്ച് ചോദ്യങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ വന്നേക്കുന്ന, അതിനകത്ത് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന യുണീക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് യുണീക്നെസ്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇൻസ്പയർ വിത്ത് അനീഷ് മോഹൻ.